Hi everyone, welcome to our new video. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡയറി കോപ്പറേറ്റീവ് സൊസൈറ്റീനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? ആൻഡ് ഇനി നെക്സ്റ്റ് നമുക്ക് അതിന്റെ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ഫങ്ഷൻസ് ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും ഡയറി കോപ്പറേറ്റീവ്സിന്റെ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ഫങ്ഷൻസ് ആയിട്ട് പറയുന്നത്? To arrange milk collection centers at develop a proper distribution network ആണ്. ഒരു പ്രോപ്പർ ആണ് ഒരു ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് ഡെവലപ്പ് ചെയ്യുക, അതുപോലെ തന്നെ മിൽക്ക് കളക്ഷൻ സെന്റേഴ്സുകൾ അറേഞ്ച് ചെയ്യുക എന്നുള്ളത് ഡയറി കോപ്പറേറ്റീവ്സിന്റെ ഒരു ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ഫംഗ്ഷൻ ആയിട്ട് പറയും. ആൻഡ് ടു പ്രോസസ് മിൽക്ക് ഇൻ ടു വേരിയസ് ഡയറി പ്രൊഡക്റ്റ്, ഡിഫറെന്റ് ഡയറി പ്രൊഡക്റ്റുകളായിട്ട് നമ്മൾ മിൽക്കിനെ പ്രോസസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ടു സെൽ മിൽക്ക് ത്രൂ ദെയർ ഓൺ ഡെപ്പോട്ട്സ് ആൻഡ് ലൈസൻസ്ഡ് വെൻഡേഴ്സ്, അവരുടെ ഓൺ ഡെപ്പോട്ട്സ് അല്ലെങ്കിൽ ലൈസൻസ്ഡ് വെൻഡേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്, മിൽക്ക് സെൻഡ് ചെയ്യുന്നുണ്ട്. And to distribute cattle feed to milk producers and provide veterinary services. അപ്പോൾ മിൽക്ക് പ്രൊഡ്യൂസേഴ്സിന് അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കാറ്റൽ ഫീഡ് കാര്യങ്ങൾ ആൻഡ് വെറ്റിനറി സർവീസസ് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. To provide technical services such as artificial insemination, veterinary care and the supply of quality seeds and root slip for green fodder production. അവരെന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് ടെക്നിക്കൽ അസിസ്റ്റൻസ് ഈ ഒരു ഡയറി കോപ്പറേറ്റീവ്സുകൾ ഒരു ഒബ്ജക്റ്റീവ്സ് ആയിട്ട് പറയാം. ആൻഡ് അതുപോലെ തന്നെ അവരുടെ ഒരു ഫംഗ്ഷൻ ആയിട്ട് പറയുന്നുണ്ട്. ആൻഡ് ടു പ്രൊട്ടക്ട് ആൻഡ് ഇംപ്രൂവ് ദ ഹൈബ്രിഡ് ക്വാളിറ്റി ഓഫ് കാറ്റിൽ, അല്ലേ, കാറ്റിൽസിന്റെ ഹൈബ്രിഡ് ക്വാളിറ്റി കാര്യങ്ങൾ ഇംപ്രൂവ് ചെയ്യുക, അത് പ്രൊട്ടക്ട് ചെയ്യുക. അതുപോലെ തന്നെ ടു ഓർഗനൈസ് ദ ഡയറി ഇൻഡസ്ട്രി ബൈ ലിങ്കിങ് റൂറൽ മിൽക്ക് പ്രൊഡക്ഷൻ വിത്ത് അർബൻ മാർക്കറ്റിംഗ്. Then to conduct research and development to improve milk productivity. ആ ഒരു മിൽക്ക് പ്രൊഡക്ടിവിറ്റി ഒക്കെ ഇംപ്രൂവ് ചെയ്യുന്നതിന് ആവശ്യമായ റിസർച്ച് ഡെവലപ്മെന്റ്സ് കാര്യങ്ങൾ നടത്തുന്നു. പൂവർ ഫാമേഴ്സിന് അവരെന്ത് ചെയ്യുന്നുണ്ട്, ഫിനാൻഷ്യൽ അസിസ്റ്റൻസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മെമ്പേഴ്സിന് ഒരു സെൽഫ് റെസ്പെക്ട് കാര്യങ്ങൾ, കോപ്പറേഷൻസ് കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ടു പ്ലാൻ ആൻഡ് ഇംപ്ലിമെന്റ് ഡയറി ഡെവലപ്മെന്റ് പ്രൊജക്ട് ഇൻ ദി റീജിയൻ. ആ ഒരു ഡെയിലി ആയിട്ടുള്ള ഡെവലപ്മെന്റ്സ് കാര്യങ്ങൾ നമുക്കതിൽ കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ. അതുപോലെ തന്നെ ഡയറി ഡെവലപ്മെന്റ് പ്രൊജക്റ്റുകൾ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാനും സാധിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് മെയിൻ ആയിട്ടും ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ഫങ്ഷൻസ് ഓഫ് ഡയറി കോപ്പറേറ്റീവ്സ് ആയിട്ട് പറയുന്നത്. ഓക്കെ ആണല്ലോ, പോയിന്റ്സുകളായിട്ട് ഈസി ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ദെൻ ഫങ്ഷൻസ് ഓഫ് എ ഫെയറി ഡയറി കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത് എന്താണ്, മിൽക്ക് കളക്ഷൻ. ഡിഫറെന്റ് ഫാമർ മെമ്പേഴ്സിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുന്നത്, യൂഷ്വലി ട്വൈസ് എ ഡേ അല്ലേ, അതായത് വില്ലേജസിൽ നിന്നും വില്ലേജ് ഏരിയാസിൽ നിന്നും നമ്മൾ മിൽക്ക് കളക്ട് ചെയ്യുന്നുണ്ട് ഡയറി കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. ദെൻ ക്വാളിറ്റി കൺട്രോൾ ആണ്, ആ ഒരു മിൽക്കിന്റെ കണ്ടന്റ്, അതിന്റെ പ്യൂരിറ്റി, മറ്റ് സ്റ്റാൻഡേർഡ്സുകൾ നോക്കിയിട്ട് അതിന്റെ ക്വാളിറ്റി നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ചെക്ക് ചെയ്യുന്നുണ്ട്. ദെൻ member payment, make regular and timely payment to farmers for the milk supplied, ensuring steady income. മിൽക്ക് സപ്ലൈ ചെയ്യുന്ന ഫാമേഴ്സിന് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു റെഗുലർ ആയിട്ടുള്ള ഒരു പേയ്മെന്റ് കാര്യങ്ങൾ, ടൈംലി പേയ്മെന്റ് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ ഇൻപുട്ട് സർവീസസ് ആണ്, പ്രൊവൈഡ് കാറ്റൽ ഫീഡ്, ഫോഡർ സീഡ്സ് ആൻഡ് അനിമൽ ഹെൽത്ത് സർവീസസ് ലൈക്ക് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻസ്. ഇപ്പൊ കാറ്റൽ ഫീഡ്, അതുപോലെ ഫോഡർ സീഡ്, ആനിമൽ ഹെൽത്ത് സർവീസസ് കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് സർവീസസുകൾ ഇവർ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ ലിങ്ക് വിത്ത് മിൽക്ക് യൂണിയൻ ആണ്. ഇപ്പൊ വില്ലേജ് സൊസൈറ്റീസ് ആർ ലിങ്ക്ഡ് ടു ഡിസ്ട്രിക്ട് മിൽക്ക് യൂണിയൻ ടു വിച്ച് ദേ സെൻഡ് കളക്റ്റഡ് മിൽക്ക് ഫോർ പ്രോസസിംഗ് ആൻഡ് മാർക്കറ്റിംഗ്. ഓക്കെ, ലിങ്ക് വിത്ത് മിൽക്ക് യൂണിയൻ, വില്ലേജ് സൊസൈറ്റീസ് ആർ ലിങ്ക്ഡ് ടു ഡിസ്ട്രിക്ട് മിൽക്ക് യൂണിയൻ to which they sent collected milk for processing and marketing. Then village development കാര്യങ്ങൾ പറയുന്നുണ്ട്, contribute to overall rural and village development activities for member welfare. Then surplus distribution ആണ്, distribute surplus profit among members based on the quantity of milk supplied. എത്രത്തോളം ക്വാണ്ടിറ്റിയാണ് നമ്മൾ മിൽക്ക് സപ്ലൈ ചെയ്തിട്ടുള്ളത് അതിനനുസരിച്ച് മെമ്പേഴ്സിന് എന്ത് ചെയ്യുന്നുണ്ട്, പ്രോഫിറ്റ് കാര്യങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് ഫങ്ഷൻസ് ആയിട്ട് പറയുന്നത്. ഫങ്ഷൻസ് ഓഫ് ഡയറി കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, മിൽക്ക് കളക്ഷൻ, ക്വാളിറ്റി കൺട്രോൾ, മെമ്പേഴ്സ് പേയ്മെന്റ്, ഇൻപുട്ട് സർവീസസ്, ലിങ്ക് വിത്ത് മിൽക്ക് യൂണിയൻ, വില്ലേജ് ഡെവലപ്മെന്റ് ആൻഡ് സർപ്ലസ് ഡിസ്ട്രിബ്യൂഷൻ.
ഓക്കെ ആണല്ലോ. ദെൻ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ റോൾ ഓഫ് ഡയറി കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ്. നമുക്ക് അവിടെ എന്താണ് ഫെയർ ആയിട്ടുള്ള പ്രൈസസ് ഫാമേഴ്സിന് അവിടെ കിട്ടുന്നുണ്ട് അല്ലെ, ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട് കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. സോ അവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യും. അപ്പോൾ നമുക്ക് ഒബ്വിയസ്ലി അവിടെ ഒരു എക്കണോമിക് എംപവർമെന്റ് ഉണ്ടായിരുന്നു. ദെൻ എലിമിനേഷൻ ഓഫ് മിഡിൽ മെൻ ആണ്. ഡയറക്റ്റ് ആയിട്ട് ഫാമേഴ്സുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കണക്റ്റഡ് ആണ് അവർ. സോ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് മിഡിൽ മെൻ കാര്യങ്ങളൊക്കെ അവിടെ എലിമിനേറ്റ് ചെയ്യാൻ സാധിക്കുന്നു. ദെൻ ആക്സസ് ടു സർവീസസ് ആണ്. പ്രൊവൈഡ് വെറ്റിനറി കെയർ, ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ, കാറ്റൽ ഫീഡ്, ഫൂഡ് സപ്പോർട്ട്, അങ്ങനെ ഒരുപാട് സർവീസസുകൾ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എംപ്ലോയ്മെന്റ് ജനറേഷൻസ് ആണ്. ഇപ്പം മിൽക്ക് കളക്ഷൻ, പ്രോസസ്സിങ്, മാർക്കറ്റിംഗ്, അങ്ങനെ ഒരുപാട് മേഖലകളിൽ നമുക്ക് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസുകൾ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ സോഷ്യൽ ഡെവലപ്മെന്റ്, ബിൽഡ് കോപ്പറേഷൻ, യൂണിറ്റി ആൻഡ് മ്യൂച്വൽ സപ്പോർട്ട് എമംഗ് ഫാമേഴ്സ്. ഫാമേഴ്സിൻ്റെ ഇടയിൽ ആ ഒരു യൂണിറ്റി, മ്യൂച്വൽ സപ്പോർട്ട്, റെസ്പെക്ട് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ദെൻ വുമൻ എംപവർമെന്റ് ആണ്. എൻകറേജ് വുമൻ പാർട്ടിസിപ്പേഷൻ ആൻഡ് ഇൻകം ജനറേഷൻ ഇൻ ഡയറി ആക്ടിവിറ്റീസ്. collective bargaining power, strengthen small farmers through collective decision making and negotiation power. Quality improvements പറയുന്നുണ്ട്. Improve milk quality and production through better input and services. And food security ആണ്. Support rural livelihood and ensure steady milk supply for consumers. ഇപ്പോൾ ഫുഡ് സെക്യൂരിറ്റി കാര്യങ്ങൾ, ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്സ് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് ആയിട്ട് പറയുന്നത്. എക്കണോമിക് എംപവർമെന്റ്, എലിമിനേഷൻ ഓഫ് മിഡിൽ മാൻ, ആക്സസ് ടു സർവീസ്, എംപ്ലോയ്മെന്റ് ജനറേഷൻ, സോഷ്യൽ ഡെവലപ്മെന്റ്, വുമൻ എംപവർമെന്റ്, കളക്റ്റീവ് ബാർഗെയിനിങ് പവർ, ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്, ഫുഡ് സെക്യൂരിറ്റി. ഓക്കെ, അപ്പം നമ്മുടെ റോള്, ഇമ്പോർട്ടൻസ്, അതുപോലെ തന്നെ ഇതിൻ്റെ ഫങ്ഷൻസ് എന്താണ്, ഒബ്ജക്റ്റീവ്സ് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു അല്ലേ. ദെൻ നെക്സ്റ്റ് ഇനി നമുക്കതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് ഡയറി കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ സ്ട്രക്ചർ കാര്യങ്ങളാണ്. ഓക്കെ, സ്ട്രക്ചർ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പം മെയിൻ ആയിട്ടും 3 ടയർ സ്ട്രക്ചർ ആണ് അതിൽ പറയുന്നത്. ഓക്കെ, 3 ടയർ സ്ട്രക്ചർ പറയുന്നുണ്ട്. അപ്പം അതിൽ ഫസ്റ്റ് വൺ ആണ് വില്ലേജ് ലെവൽ എന്ന് പറയുന്നത്. വില്ലേജ് ലെവൽ പ്രൈമറി ഡയറി കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ്. ഈ പ്രൈമറി ഡയറി കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ദ ബേസിക് യൂണിറ്റ് അറ്റ് ദ വില്ലേജ് ലെവൽ. വില്ലേജ് ലെവലിലാണ് അതിൻ്റെ പ്രൈമറി ഡയറി കോപ്പറേറ്റീവ് സൊസൈറ്റീസ് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ആൻ ഓട്ടോണമസ് അസോസിയേഷൻ ഓഫ് ഡയറി ഫാമേഴ്സ് ഹു വളണ്ടറി കം ടുഗെദർ ടു മീറ്റ് ദെയർ കോമൺ നീഡ്, മെയിൻലി മിൽക്ക് കളക്ഷൻ ആൻഡ് റിലേറ്റഡ് സർവീസസ്. ഈ ഒരു ഓട്ടോണമസ് ആയിട്ടുള്ള ഒരു അസോസിയേഷൻ ആണ്, ഡയറി ഫാമേഴ്സിന്റെ ഓട്ടോണമസ് ആയിട്ടുള്ള ഒരു അസോസിയേഷൻ ആണ് ഇതിൽ പറയുന്നത്. ഓക്കെ, അത് വില്ലേജ് ലെവലിലാണ് ആക്ട് ചെയ്യുന്നത്. മെയിൻ ആയിട്ടും the societies form the base of 3 tier system and supply milk to higher level union. അപ്പോൾ ആ ഒരു 3 ടയർ സ്ട്രക്ചറിന്റെ ഒരു ബേസ് ലെവൽ ആയിട്ട് നമുക്ക് വില്ലേജ് ലെവൽ അല്ലെങ്കിൽ പ്രൈമറി ഡയറി കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെ പറയാൻ സാധിക്കും. അങ്ങനെ അതിന്റെ ഫീച്ചേഴ്സ് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഓപ്പറേറ്റ് അറ്റ് ദി ഗ്രാസ് റൂട്ട് ലെവലിലാണ്, വില്ലേജ് ലെവലിലാണ് അത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ആൻഡ് മെയ്ഡ് അപ്പ് ഓഫ് ലോക്കൽ മിൽക്ക് പ്രൊഡ്യൂസിംഗ് ഫാമേഴ്സ് ഹു ആർ മെമ്പേഴ്സ്. ഓക്കെ, അതായത് വളണ്ടറി ആയിട്ടുള്ള ഒരു അസോസിയേഷൻ ആണ്. ലോക്കൽ ആയിട്ടുള്ള മിൽക്ക് പ്രൊഡ്യൂസിങ് ഫാമേഴ്സ് ആയിരിക്കും, അവരുടെ ഒരു കൂട്ടായ്മയാണ് ഇത് പറയുന്നത് അല്ലേ. ആൻഡ് റോ മിൽക്ക് എന്ത് ചെയ്യുന്നുണ്ട്, മെമ്പേഴ്സിൽ നിന്നും ഡെയിലി അവർ കളക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ഒരുപാട് സർവീസസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കാറ്റൽ ഫീഡ്, വെറ്റിനറി കെയർ, ബ്രീഡിംഗ് സപ്പോർട്ട് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ എൻഷുർ റെഗുലർ മിൽക്ക് പ്രൊക്യൂർമെന്റ് ആൻഡ് ക്വാളിറ്റി ചെക്കിംഗ് ആണ്. എൻഷുർ റെഗുലർ മിൽക്ക് പ്രൊക്യൂർമെന്റ് ആൻഡ് ക്വാളിറ്റി ചെക്കിംഗ് കാര്യങ്ങൾ. അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂട്ട് ഇൻകം ടു മെമ്പേഴ്സ് ബേസ്ഡ് ഓൺ ക്വാണ്ടിറ്റി ആൻഡ് ക്വാളിറ്റി ഓഫ് മിൽക്ക് സപ്ലൈഡ്. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻകം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. ഡിസ്ട്രിബ്യൂട്ട് ഇൻകം ടു മെമ്പേഴ്സ് ബേസ്ഡ് ഓൺ ക്വാണ്ടിറ്റി ആൻഡ് ക്വാളിറ്റി ഓഫ് മിൽക്ക് സപ്ലൈഡ്. നെക്സ്റ്റ് പറയുന്നത് ഡിസ്ട്രിക്ട് ലെവലാണ്. ഡിസ്ട്രിക്ട് ലെവൽ ഡിസ്ട്രിക്ട് മിൽക്ക് യൂണിയൻ. ഡിസ്ട്രിക്ട് ലെവൽ ഡിസ്ട്രിക്ട് മിൽക്ക് യൂണിയൻ പറയുന്നുണ്ട്. A district milk union is a cooperative body at a district level that collect milk from village level dairy cooperative societies. അപ്പോൾ വില്ലേജ് ലെവൽ ഡയറി കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്നും മിൽക്ക് കളക്ട് ചെയ്യുന്ന ഒരു കോപ്പറേറ്റീവ് ബോഡിയാണ് ഡിസ്ട്രിക്ട് മിൽക്ക് യൂണിയൻ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് 3 ടയർ അമൂൽ മോഡൽ, വില്ലേജ് DSS, ഡിസ്ട്രിക്ട് യൂണിയൻ ആൻഡ് സ്റ്റേറ്റ് ഫെഡറേഷൻ. അല്ലെ, അതിലൊരു
സെക്കൻഡ് കാറ്റഗറി ആയിട്ട് നമുക്ക് പറയാം. എക്കണോമിക്സ് ഓഫ് സ്കെയിൽ അച്ചീവ് ചെയ്യാനും അതുപോലെ തന്നെ ബെറ്റർ റിട്ടേൺ പ്രൊവൈഡ് ചെയ്യാനും ഒക്കെ എന്ത് ചെയ്യാറുണ്ട്, ഇവര് ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പൊ അവരുടെ ഫീച്ചേഴ്സ് കാര്യങ്ങൾ പറയുകയാണെങ്കിലോ മെയിൻ ആയിട്ടും ഇറ്റ്സ് എ ഫെഡറേഷൻ ഓഫ് മൾട്ടിപ്പിൾ വില്ലേജ് ലെവൽസ് ആണ്. ഒരു ഡിസ്ട്രിക്റ്റിൽ തന്നെ മൾട്ടിപ്പിൾ വില്ലേജ് ലെവൽ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഉണ്ടായിരിക്കും. ആൻഡ് അവരെന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു മിൽക്കിന്റെ കളക്ഷൻ, അതുപോലെ തന്നെ ചില്ലിങ്, ട്രാൻസ്പോർട്ടേഷൻസ്, പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെ, മാർക്കറ്റിംഗ് കാര്യങ്ങളൊക്കെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു അതോറിറ്റിയാണ്. ദെൻ വാല്യൂ ആഡഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ, ഇപ്പം മിൽക്കിന്റെ കൂടെ നമുക്ക് ബട്ടർ, ഗീ, ചീസ്, കേർഡ് അത്തരത്തിലുള്ള പ്രൊഡക്റ്റുകളും അവരെന്ത് ചെയ്യുന്നുണ്ട്, പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ക്വാളിറ്റി കാര്യങ്ങൾ എൻഷുർ ചെയ്യുന്നു. ഒരുപാട് സർവീസസുകൾ വില്ലേജ് സൊസൈറ്റീസിന് ആവശ്യമുള്ള സർവീസസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതും ഫീച്ചേഴ്സ് ആയിട്ട് നമുക്ക് പറയാം. അതാണ് ഡിസ്ട്രിക്ട് ഡയറി സൊസൈറ്റീസിൽ പറയുന്നത്. ദെൻ സ്റ്റേറ്റ് ലെവലാണ് പറയുന്നത് അല്ലെ. സ്റ്റേറ്റ് ലെവൽ, സ്റ്റേറ്റ് ലെവലിൽ പറയുന്നത് എന്താണ്, സ്റ്റേറ്റ് ലെവൽ സ്റ്റേറ്റ് ഡയറി ഫെഡറേഷൻസ് ആണ്. എ സ്റ്റേറ്റ് ഡയറി ഫെഡറേഷൻ ഈസ് എ അപ്പെക്സ് കോപ്പറേറ്റീവ് ബോഡി അറ്റ് ദ സ്റ്റേറ്റ് ലെവൽ. സ്റ്റേറ്റ് ലെവലിലുള്ള അപ്പെക്സ് കോപ്പറേറ്റീവ് ബോഡിയാണ് സ്റ്റേറ്റ് ഡയറി ഫെഡറേഷൻ എന്ന് പറയുന്നത്. It coordinates all dairy activities within the state and manage large scale marketing and policy implementations ആണ്. എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാ ഡയറി ആക്ടിവിറ്റീസിനെയും കോർഡിനേറ്റ് ചെയ്യാം വിത്തിൻ ദ സ്റ്റേറ്റ് ആൻഡ് മാനേജ് ലാർജ് സ്കെയിൽ മാർക്കറ്റിംഗ് ആൻഡ് പോളിസി ഇംപ്ലിമെന്റേഷൻ. അതിന്റെ ഫങ്ഷൻസ് കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്താണ്, ആക്ട് ആസ് ദ അപ്പെക്സ് ബോഡി ഓഫ് കോർഡിനേറ്റിംഗ് ഓൾ ഡിസ്ട്രിക്ട് മിൽക്ക് യൂണിയൻ ആണ്. എല്ലാ ഡിസ്ട്രിക്ട് മിൽക്ക് യൂണിയനെയും കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു അപ്പെക്സ് ബോഡി ആയിട്ട് ആക്ട് ചെയ്യുന്നു. ആൻഡ് മാർക്കറ്റ് ഡയറി പ്രൊഡക്റ്റ് അണ്ടർ എ കോമൺ ബ്രാൻഡ് നെയിം. ഒരു കോമൺ ആയിട്ടുള്ള ഒരു ബ്രാൻഡ് നെയിമിന്റെ അണ്ടറിൽ ഡയറി പ്രൊഡക്റ്റുകൾ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മിൽക്ക് സപ്ലൈ ആൻഡ് ഡിമാൻഡുകൾ ബാലൻസ് ചെയ്യുന്നുണ്ട്. ഡയറി സെക്ടേഴ്സിൽ ആ ഒരു സ്റ്റേറ്റ് ലെവൽ പോളിസി ഡിസിഷൻസ് കാര്യങ്ങളൊക്കെ റെപ്രസെന്റ് ചെയ്യുന്നു. ആൻഡ് ഫണ്ട് കാര്യങ്ങളൊക്കെ മൊബിലൈസ് ചെയ്യുന്നു. അതാണ് സ്റ്റേറ്റ് ലെവൽ ഫെഡറേഷൻസിൽ പറയുന്നത്. അപ്പൊ അതിന് എക്സാമ്പിൾ പറയുന്നതാണ് ബ്രാൻഡ് അമൂൽ പറയുന്നുണ്ട്, അതുപോലെ ബ്രാൻഡ് നന്ദിനി, ബ്രാൻഡ് ആവിൻ, ബ്രാൻഡ് മിൽമ. ഇതൊക്കെയാണ് മെയിൻ ആയിട്ടും ആ ഒരു ബ്രാൻഡഡ് ആയിട്ടുള്ള സ്റ്റേറ്റ് ലെവൽ ഫെഡറേഷൻസിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. എന്നാൽ അതിന്റെ പ്രോബ്ലംസ് കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്തൊക്കെയാണ് പ്രോബ്ലംസ് ആയിട്ട് പറയുന്നത്? പ്രോബ്ലംസ് ഓഫ് ഡയറി കോപ്പറേറ്റീവ്സ് ആണ്. എന്തൊക്കെയായിരിക്കും ഡയറി കോപ്പറേറ്റീവ്സിന്റെ പ്രോബ്ലംസ് പറയുന്നത്? The supply of input through dairy cooperative is not satisfactory in many areas. പല ഏരിയാസിലും ഇവരുടെ ആ ഒരു ഇൻപുട്ട് സപ്ലൈ കാര്യങ്ങൾ മെയിൻ ആയിട്ടും സാറ്റിസ്ഫാക്ടറി അല്ല എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ മിൽക്ക് പ്രൊഡ്യൂസേഴ്സിന് ഇറഗുലർ ആയിട്ടുള്ള പേയ്മെന്റ്സ് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ അത് അവർക്കിടയിൽ ഒരു ഡിസാറ്റിസ്ഫാക്ഷൻസ് കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നു. Then balanced cattle feed and fodder seed are not supplied regularly. Forcing farmers to depend on traditional feed. ഇതൊക്കെയാണ് അവരുടെ മെയിൻ പ്രോബ്ലംസിൽ പറയുന്നത്. ദെൻ യൂസ് ഓഫ് ഇംപ്രൂവ്ഡ് ടെക്നോളജീസ് പറയുന്നുണ്ട്. ലൈക്ക് ഫ്രോസൺ സെമൻ ഫോർ ഹയർ പ്രൊഡക്ടിവിറ്റീസ് ഈസ് സ്റ്റിൽ ലിമിറ്റഡ്. ദെൻ അനിമൽ ഹെൽത്ത് സർവീസസ് ആർ നോട്ട് ഫുള്ളി ആക്സസിബിൾ ഓർ എഫക്റ്റീവ് ഇൻ മെനി റീജിയൻ. Farmer induction and training programs are given low priority. Dairy cooperative face strong competition from private milk vendors. പ്രൈവറ്റ് മിൽക്ക് വെൻഡേഴ്സിൽ നിന്നും ഒരു സ്ട്രോങ് ആയുള്ള ഒരു കോമ്പറ്റീഷൻസ് കാര്യങ്ങൾ അവർക്ക് നേരിടേണ്ടി വരുന്നുണ്ട്. ദെൻ ലാക്ക് ഓഫ് പ്രോപ്പർ കോർഡിനേഷൻ വിത്ത് ഡിസ്ട്രിക്ട് ലെവൽ അതോറിറ്റീസ് എഫക്ട് എഫിഷ്യൻസി. ഇതാണ് മെയിൻ ആയിട്ടും പ്രോബ്ലംസ് ആയിട്ട് പറയുന്നത്. അപ്പൊ നമ്മൾ ഡയറി കോപ്പറേറ്റീവ് സൊസൈറ്റീസിന്റെ ഒബ്ജക്റ്റീവ്സ് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവരുടെ ഫങ്ഷൻസ് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ആൻഡ് പിന്നീട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് അതിന്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ റോള് കാര്യങ്ങൾ എന്തൊക്കെയാണ്. ആൻഡ് പിന്നീട് അതിന്റെ സ്ട്രക്ചർ മെയിൻ ആയിട്ടും 3 ടയർ സ്ട്രക്ചർ ആണ് പറയുന്നത്. വില്ലേജ് ലെവൽ, അതായത് പ്രൈമറി ഡയറി കോപ്പറേറ്റീവ്സ്, അതിന്റെ ഫീച്ചേഴ്സ് പറഞ്ഞു, ഡിസ്ട്രിക്ട് ലെവൽ ആൻഡ് സ്റ്റേറ്റ് ലെവൽ. ദെൻ പിന്നീട് അവർ ഫേസ് ചെയ്യേണ്ടി വരുന്ന പ്രോബ്ലംസ് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ അതെല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ എല്ലാവരും ക്ലാസ്സുകളൊക്കെ കൃത്യമായിട്ട് കേൾക്കുന്നുണ്ടല്ലോ. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം, നമുക്കത് ക്ലിയർ ചെയ്യാം.
ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് നെക്സ്റ്റ് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഇനി നമുക്ക് പറയാനുള്ളത് ഫെഡറേഷൻസ് ഓഫ് ഡയറി കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ്. അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.